പാലക്കാട് ധോണിയിൽ കാട്ടാനയിറങ്ങി. ധോണി മായാപുരം സെൻട്രൽ സ്കൂളിന് സമീപത്തെത്തിയ ആന കൃഷി നശിപ്പിച്ചു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്നിരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, എന്താണ് വിശദാംശങ്ങൾ? വേണു, ഇന്ന് പുലർച്ചെയാണ് ധോണി മായാപുരം മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. നമുക്കറിയാം, PT7 എന്ന കൊമ്പൻ ആ മേഖലയിൽ വിതച്ചിട്ടുള്ള നാശനഷ്ടങ്ങളും ഭീതിയും ആളുകളുടെ ഉറങ്ങാത്ത ദിനങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ്. എന്നാൽ PT7 കൂട്ടിലായതിനു ശേഷവും ധോണി മേഖലയിൽ ആളുകൾക്ക് ഒരു തരത്തിലുള്ള ആശ്വാസവും ലഭിക്കുന്നില്ല എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഇപ്പോഴത്തെ അനുഭവങ്ങൾ. ഇന്ന് പുലർച്ചെ എത്തിയ കൊമ്പൻ ഈ മായാപുരം സെൻട്രൽ സ്കൂളിന് സമീപത്തെ ജനവാസ മേഖലകളിലൂടെ സഞ്ചരിക്കുകയും കൃഷിയിടങ്ങളിലെ വാഴകളൊക്കെ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ അവിടെയുള്ള ആളുകളെല്ലാം തന്നെ വലിയ ഭീതിയിലാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ആ മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. പ്രത്യേകിച്ച് ഈ വേനൽ കടുക്കുന്നതോടുകൂടി ജനവാസ മേഖലകളിലേക്ക് കൂടുതലായി കാട്ടാനക്കൂട്ടം എത്തുന്നൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം കഞ്ചിക്കോട് മേഖലയിലൊക്കെ 18ഓളം ആനകൾ എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് ഈ ധോണി മേഖലയിലേക്ക് കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നത്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അതായത് റെയിൽ ഫെൻസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കാട്ടിൽ നിന്ന് ഈ ജനവാസ മേഖലയിലേക്ക് കൊമ്പന്മാർ ഇറങ്ങുന്നത് തടയാൻ ശാശ്വതമായിട്ടുള്ള പരിഹാരം വേണം. അതുപോലെ തന്നെ RRT സംഘം വളരെ വേഗത്തിൽ ആളുകൾ ബന്ധപ്പെടുമ്പോൾ ഈ സംഭവ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ള ആവശ്യം കൂടിയാണ് നാട്ടുകാരിപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. വേണു, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.